ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഓർഡേഴ്സും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടല്ല കേട്ടോ. നമ്മൾ ഓർഡർ കിട്ടിയത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയ ഓർഡർ നമ്മൾ തിരിച്ചേൽപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ക്യാൻസലാക്കേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് ഇപ്പോൾ നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഇന്നിപ്പോൾ 10 നോമ്പായില്ലേ. മാഷാ അല്ലാഹ്, എത്ര പെട്ടെന്ന് നമ്മുടെ നോമ്പുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. റഹ്മത്തിൻ്റെ 10 നമ്മളിൽ നിന്ന് വിട പറയാറായിരിക്കുകയാണ്. അപ്പോൾ നോമ്പൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ തക്കവയോടുക്കനെ നിർവഹിക്കാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചൊവ്വാഴ്ചയായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ചെയ്തു കൊടുത്ത സെയിം മെറ്റീരിയലിൽ തന്നെ കോട്ടണിൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയതായിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ചെയ്യേണ്ട ഓർഡർ, കിട്ടിയ ഓർഡർ നമുക്ക് ബുധനാഴ്ചയായിട്ടായിരുന്നു കേട്ടോ കൊടുക്കേണ്ടത്. ഒറ്റ ദിവസത്തെ ഗ്യാപ്പിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനും ഒരു 10 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡി ആയിട്ടാണ് ഇരുന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് വീട്ടിൽ വേറൊരു അത്യാവശ്യ സാഹചര്യം വന്നത് കേട്ടോ. അപ്പോൾ കാര്യം ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മുടക്കാൻ പറ്റാത്തതായിട്ട് വരും അല്ലേ. നമ്മൾ എത്ര തന്നെ നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചാലും നമുക്ക് ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഓർഡറൊക്കെ എടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം ഒറ്റ ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന ഇടയ്ക്കായിരുന്നു കേട്ടോ നമുക്കിതുപോലൊന്ന് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരുന്ന് പകുതിക്കുന്ന് റിട്ടേൺ കൊടുക്കുന്നതിനേക്കാളും നല്ലതിൽ ഫസ്റ്റിൽ തന്നെ കൊടുക്കുന്നത് വിചാരിച്ചിട്ട് ഞാനത് ഫസ്റ്റിൽ തന്നെ ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാൻസൽ ചെയ്തതിൽ ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. കാരണം നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കാരണം നമുക്കത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാലും നമുക്ക് അതിനുള്ളൊരു സമയം അല്ലെങ്കിൽ അതിനുള്ളൊരു ഗ്യാപ്പ് ഒരിക്കലും കിട്ടില്ലെന്ന് ഉള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനത് തുടക്കത്തിൽ തന്നെ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയൊരു അവസരം നഷ്ടപ്പെടുത്തിയതിൽ തന്നെ ഒരുപാട് ഖേദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. നോമ്പും കാര്യങ്ങളൊക്കെ അതുപോലെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസും വെറൈറ്റി മോഡൽസൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചാനൽ ബേസ് ചെയ്യുന്നത് കുക്കിങ്ങോ അല്ലെങ്കിൽ വ്ളോഗോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ബേസ് ചെയ്യുന്നത് സ്റ്റിച്ചിങ്, അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ, അങ്ങനെ ഒരു റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഒന്ന് നമുക്ക് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലൂടെ ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ സ്ഥിരമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഒരു ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ദിവസം അത് ചെയ്യാതിരുന്ന വല്ലാത്തൊരു ഇടങ്ങാറായിരിക്കില്ലേ. അപ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനൊരു മുടക്കം സംഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബേജാറും ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കുടെ മനസ്സിനും ഒരു ആശ്വാസമായിരിക്കും. അതുപോലെ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കൂടി ഉണ്ടാവുന്നത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും അല്ലേ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സ്പെഷ്യലായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് ബീഫ് വാങ്ങിയിട്ട് നമ്മളതിനെ കുക്കറിലിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബീഫ് കറി വെച്ചത് കേട്ടോ. തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ പതിര് എന്നാണ് കേട്ടോ പറയുക. ഈ ഒരു സംഭവം നിങ്ങളുടെ നാട്ടിൽ കഴിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ പതിരും കൂടിയിട്ട് ഞാനിതുപോലെ നല്ല കുരുമുളക് ഇട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സുലഭമായി മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ കഴിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് കഴിക്കുന്നവർ അപൂർവമായിരുന്നു. ഇപ്പോഴൊക്കെ അത് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ ഒരു പതിര് അതുപോലെ ലിവർ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ആദ്യമൊന്നും ഇത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ നോമ്പ് തുറന്ന സമയമായപ്പോൾ നമ്മളിത് പത്തിരിയൊക്കെ റെഡിയാക്കി ബീഫ് കറിയും കൂട്ടിയിട്ട് നോമ്പ് തുറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.